ഹലോ, വെൽക്കം ബാക്ക് ടു അനാബിയാഷ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. പെട്ടെന്നാണ് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ വിചാരിച്ചത്. അതുകൊണ്ടാണ് പകുതിക്ക് വെച്ച് ഡേ തുടങ്ങുന്നത്. ഇത് രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. നേരെ ഗോകുലം മാളിലേക്കാണ് പോണത്. എന്താ നമ്മളൊരു ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അയല എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് ഫിലിമാണ്. അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തലേന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോള് ചെറിയ ആൾ ഫസ്റ്റ് ടൈമാണ് ഫിലിമിന് പോകുന്നത്, തിയേറ്ററിൽ കയറാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്താവുമെന്നൊന്നും അറിയില്ല, മോളായിട്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ എനിക്ക് കാർ കയറി ഇതന്നെ പണി. മോള് ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കും, അയച്ചെറിയും, പിന്നെ വെച്ചെടുക്കുക, അയച്ചെറിയുക. അത് തന്നെയാണ് അവൾക്ക്. തലയിൽ ഇങ്ങനെ ഹെയർ ബാൻഡ് ക്ലിപ്സ് ഒന്നും വെക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല. അത് മാത്രമല്ല ഷോക്സൊക്കെ അയച്ചെറിയുന്ന പണിയാണ് അവൾക്ക്. അപ്പോൾ ഞാനിങ്ങനെ അവളുടെ അടുത്ത് സംസാരിച്ച് അവളെ ശ്രദ്ധ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഹെയർ ബാൻഡൊന്നും അയക്കാതെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ബേബീൻ്റെ അടുത്തെത്തി. ഗോകുലം മാളിലാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ലിഫ്റ്റിലാണ് കയറിയത്. ലിഫ്റ്റിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ മോൻ്റെ മുടിയും ഒക്കെ ഒന്ന് വെട്ടണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം നീണ്ടിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ. അപ്പോൾ ഇന്ന് മുടിയൊന്ന് വെട്ടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ഇറങ്ങിയത്. അങ്ങനെ പിന്നെ അതാ ഞങ്ങൾ ലിഫ്റ്റ് കയറി. പിന്നെ മിറർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടി നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു. മോള് ചെറിയ ആളിപ്പോഴൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിട്ടായിരുന്നു കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പോയാൽ എന്താവും എന്നറിയില്ല, ഫസ്റ്റായിട്ടാണ് മോളെ കൊണ്ടുപോകുന്നത്. പിന്നെ അവരെ മൂത്ത രണ്ടുപേർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം കരയിലൊന്നും ഇല്ലായിരുന്നു. ഇവളത് ഇനി എന്താ അറിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ്. മിക്കവാറും നമ്മൾ പകുതിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഹസ്ബൻഡ് നമ്മൾ ഓൺലൈനിലല്ല ബുക്ക് ചെയ്തത്, അപ്പോൾ അത് കാണിച്ചു കൊടുത്തോളം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. പിന്നെ ഞങ്ങളിവിടെ എത്തിയപ്പം 12:30 ആയത്. ഞങ്ങൾക്ക് ഷോ ഉള്ളത് 1:30 ഇപ്പോൾ 1 hour ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയതിന് ശേഷം. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് എന്തെങ്കിലും ഒരു ടീ ഏറ്റവും കുടിക്കുക വിചാരിച്ച്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വന്നതായതുകൊണ്ട് ഒന്നും കഴിക്കാനൊന്നും വേണ്ട, പിന്നെ 1 hour അവിടെ ഇരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് അവരെന്താ നഗറ്റ്സ് ഓർഡർ ചെയ്തു. ഞാൻ പിന്നെ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ടൈം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ എത്തി ഇത് ഓർഡർ ചെയ്ത് കിട്ടാൻ തന്നെ 10-15 മിനിറ്റ് ആവുമല്ലോ. പിന്നെ ആമിമോളും കുറച്ചൊക്കെ കഴിച്ചു. മോൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ഞാൻ അവൾക്ക് എക്സ്ട്രാ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോള് അവൾക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ ബാഗിൽ തന്നെ കരുതി. നമുക്ക് ഇടയ്ക്ക് കൊടുക്കാമല്ലോ, ഇൻ്റർവെൽ വരുന്ന ടൈമിലും അല്ലാതെ എപ്പോഴായാലും കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മളെവിടെയാണ് നമ്മുടെ സിനിമ ഉള്ളത് പോയി നോക്കിയപ്പം ഇവിടെ ആയിരുന്നു. അയല എന്ന് പറഞ്ഞിട്ടുള്ള മൂവിക്കായിരുന്നു കേട്ടോ, തമിഴ് മൂവി. അങ്ങനെ പിന്നെ നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ തന്നെ അതിൻ്റെ കൂടെ ഫുഡ് അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് എന്താ കഴിക്കാൻ വേണ്ടത് എന്നുള്ളത്. പിന്നെ ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമുക്ക് അപ്പം ആ ഒരു ടൈമിൽ അതൊന്നും കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല, വേണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ ജസ്റ്റ് മോളായിട്ട് ഇങ്ങനെ നടന്ന് അവരവിടെ കാണിച്ചു കൊടുക്കണമല്ലോ നമ്മൾ ബുക്ക് ചെയ്തത് എന്തൊക്കെയായിരുന്നു അതിൻ്റെ കൂടെ ഉള്ളത് എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡും മക്കളൊക്കെ അവിടെ നിന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ അവിടെ ഒരു സോസ് അവർ തന്ന്, പിന്നെ ഒന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇവിടെ പോയിട്ട് ഏത് സോസാണ് വേണ്ടത് വെച്ചാൽ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ പിന്നെ മയോണൈസായിരുന്നു എടുത്തത്. പിന്നെ ഫുഡ് നമുക്ക് അതിൻ്റെ കൂടെ ഓർഡർ ചെയ്ത ഫുഡ് കിട്ടി. ചീസ് പോപ്കോണും കോളയും പിന്നെ എന്തായിരുന്നു, ഇതൊക്കെ ആയിരുന്നു ഉള്ളത്. മറ്റേ പേര് ഞാൻ മറന്നുപോയി, എന്തായിരുന്നു ഉള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര ഹെവി ക്വാണ്ടിറ്റി ആയിരുന്നു പോപ്കോണ്. അത്ര തോനെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ, കുറേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫിലിം തുടങ്ങാൻ വേണ്ടി പോവാണ്.
അപ്പോൾ മോളിത് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. ആൾ ചുറ്റിലും നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലാണ് മോളുള്ളത്. അവൾ ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ അത്, ഇരുടാണ്, ഇടയ്ക്ക് വെളിച്ചുണ്ട് എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മളെ സീറ്റ് എവിടെയായിരുന്നു. നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണോ സീറ്റ് ഇരിക്കാൻ വേണ്ടതൊക്കെ ബുക്ക് ചെയ്യാന്നുള്ളതുകൊണ്ട് സുഖമാണ്. നമ്മൾ 4 സീറ്റുള്ള ഒരു സൈഡിലായിരുന്നു ബുക്ക് ചെയ്തത്. പിന്നെ അതങ്ങനെ മൂവിയൊക്കെ തുടങ്ങുകയാണ്, പരസ്യമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൾ ഭയങ്കര ഇഷ്ടത്തിലാട്ടോ ഇരിക്കുന്നത്. വലിയ ബിഗ് സ്ക്രീൻ ആദ്യമായിട്ട് കാണല്ലേ. ചെറിയ ഫോണിലോ ടി വി ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും പാട്ടൊക്കെ കാണാമെന്നല്ലാതെ ഇതാദ്യമായിട്ടാണല്ലോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇത് കഴിച്ചൊക്കെ തുടങ്ങി, സ്നാക്സൊക്കെ. പിന്നെ മോളും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മോള് അതിലുള്ള ഓരോ കുട്ടികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് വിളിക്കുക കേട്ടോ, വാ വാ പറഞ്ഞിട്ട് കളിക്കാൻ വിളിക്കുകയാണ്. അവൾക്ക് നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ അങ്ങനെ ഇതാ മൂവൊക്കെ തുടങ്ങി. പിന്നെ കുട്ടികൾ നല്ലത് കുട്ടികൾക്കൊക്കെ പറ്റിയ സിനിമ കേട്ടോ, ഏലിയൻ്റെ സിനിമ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയത് കേട്ടോ. അങ്ങനെ ട്രെയിലർ കണ്ടപ്പം കുട്ടികൾക്ക് കണ്ടിരിക്കാൻ പറ്റിയത്. അങ്ങനെ പിന്നെ അവർ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. നല്ല ഇഷ്ടമായി കുട്ടികൾക്ക്. ഫുള്ള് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുതന്നെയാണ് നമുക്ക് വേണ്ടത്. അവർക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയത്. ഇത് കണ്ടപ്പോൾ എൻ്റെ മോനിങ്ങനെ പറഞ്ഞു നമുക്കിത് കണ്ടാലോ എന്നുള്ള ഏലിയൻ്റെതായതുകൊണ്ടേ. അപ്പോൾ മോളും ഒരു കുഴപ്പമില്ല, ഭയങ്കര ചിരിയായിരുന്നു ഏലിയനെ കണ്ടിട്ട്. എന്താണെന്നറിയില്ല, അവൾക്ക് മനസ്സിലായോ എന്തോ, നല്ല രസമുണ്ടായിരുന്നു അവൾ ആ ഒരു കളി കണ്ടിട്ട്. അവളിങ്ങനെ കൈകൊണ്ട് വിളിക്കുമായിരുന്നു. പിന്നെ അതാ പെട്ടെന്ന് തന്നെ 3 മണിക്കൂറോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ ഫിലിം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇവിടെ ഒന്നും കയറിയില്ല കേട്ടോ. അത് കഴിഞ്ഞ ടൈമിലാണ് എൻ്റെ ഉമ്മ വിളിച്ചത്. നിങ്ങൾ പുറത്ത് ഫുഡൊന്നും കഴിക്കേണ്ട, അങ്ങോട്ട് വരികയുണ്ട്, ഇവിടെ ഫുഡുണ്ട്, ഇവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ചു. അപ്പോൾ നമ്മൾ സിനിമ കഴിയുമ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 4 മണി കഴിഞ്ഞിട്ടുണ്ട്. 1:30, 2:30, 3:30, 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് ഇനിയിപ്പോൾ ഫുഡൊന്ന് കഴിക്കാൻ നിൽക്കണ്ട, ഉമ്മ അങ്ങോട്ട് വിളിച്ചാളെ എൻ്റെ വീട്ടിലേക്ക്, അങ്ങനെ പോകാൻ വിചാരിച്ചു. അപ്പം എൻ്റെ വീട് ഇവിടെ മൂഴിക്കലാണ്, വെള്ളിമാടുകുന്ന് കഴിഞ്ഞിട്ട്. മോളിതാ പുറത്തേക്ക് നോക്കിയിട്ട് ഓരോ വണ്ടികളും ഒരു ഈ സ്ട്രീറ്റിൽ കുറേ ഡോഗ്സൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോഗ്സിനൊക്കെ കാണാൻ. എന്തെങ്കിലും കിളികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ അവൾ. അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവളിങ്ങനെ ഫുൾ എൻജോയ് ചെയ്തു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല, നമുക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നവൾ ആ മിററിൽ കൂടെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ അതങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലെത്താനായി. അവിടെ എത്താനായപ്പോൾ പിന്നെ മക്കളിങ്ങനെ ഞങ്ങൾ സൺറൂഫ് കയറട്ടെ എന്ന് ചോദിച്ചപ്പം പിന്നെ നമ്മൾ ആ ഒരു ഹോം സിറ്റി അവിടെ എത്തിയല്ലോ. അപ്പോൾ പിന്നെ എന്നാൽ കയറിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ സൺറൂഫ് കയറാം കേട്ടോ. എപ്പോൾ പുറത്തിറങ്ങിയാലും ഇങ്ങനെ ഇഷ്ടമാണ് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സൺറൂഫിലിരിക്കുക. നമ്മൾ തിരക്കും ആളൊഴിഞ്ഞ സ്ഥലമൊക്കെ ആകുമ്പോൾ വീട്ടിൻ്റെ അടുത്തൊക്കെ എത്താനാകുമ്പോഴേ അവരങ്ങനെ അധികം കയറലുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയും ട്രിപ്പൊക്കെ പോകുമ്പോഴോ അങ്ങനെ അവർ കയറുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ ഇവിടെ മൂഴിക്കലെത്താനായി. പിന്നെ മൂഴിക്കലെത്തിയ ടൈമിൽ എൻ്റെ ഉപ്പനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ അവിടെ ഉണ്ടായിരുന്നു മൂഴിക്കൽ. അങ്ങനെ പിന്നെ ഉപ്പ എന്താ അവർക്ക് മിഠായും സാധനപ്പൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഇങ്ങനെ സംസാരിച്ച് നിന്ന് ഹസ്ബൻഡും ഉപ്പയൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിന്ന് കുറച്ച് നേരം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഉപ്പ ആ ടൈമിൽ വീട്ടിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ച് പോവാണ് വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിയുന്ന വഴിയാണിത്. കുറച്ചങ്ങോട്ട് പോകാനുണ്ട്. ഇപ്പോഴൊക്കെ കാറോ ഓട്ടോ ഒക്കെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത്രയും ദൂരം നമുക്ക് പോകാൻ കഴിയുള്ളൂ. പക്ഷേ പണ്ടൊക്കെ നമ്മൾ സ്കൂളിലും മദ്രസയിലൊക്കെ പോകുന്ന ടൈമിൽ ഫുള്ള് ഇതിലൊക്കെ നടന്നായിരുന്നു കേട്ടോ പോലെ. ആദ്യമായിട്ട് നമുക്ക് പോകുമ്പോൾ ദൂരം തോന്നുമെങ്കിലും പിന്നെ ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ദൂരമായിട്ട് തോന്നില്ലല്ലോ. അങ്ങനെ കുറച്ചധികം പോകാനുണ്ടായിരുന്നു. കുറച്ചുള്ളോട്ട് പോയിട്ട് പിന്നെ ഇതാ എൻ്റെ വീടെത്തി. അപ്പോൾ വീട്ടിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബ്രദറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മാമൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അവർ അന്ന് വന്നതായിരുന്നു. അപ്പോൾ അനിയനൊക്കെ വേഗം മോളെ വാങ്ങി
അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് നേരെ വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഉമ്മ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച്. പിന്നെ ഇത് സിസ്റ്ററിൻ്റെ മോളാണ്, എനിക്കൊരു സിസ്റ്ററാണുള്ളത്, അവളെ മോളാണ്. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവരെല്ലാവരും കൂടി മക്കൾ ഒരുമിച്ചാൽ പിന്നെ കളി തന്നെയാണല്ലോ ഉണ്ടാവുക. അവരെല്ലാവരും കൂടി കളിക്കുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ടേ ഉള്ളൂ, ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം നിന്ന് പോന്നു. ഒന്നാമത് വേഗം പോരാനുള്ള കാരണം ബ്ലോക്ക് പെട്ടാൽ കുറേ ടൈം പോകുമല്ലോ നമുക്ക്. തിരിച്ച് ഹൈലൈറ്റിൻ്റെ മുമ്പിലും പന്തീരങ്കാവൊക്കെ എപ്പോഴും ബ്ലോക്കെല്ലാം ഉണ്ടാവുക. രാമനാട്ടുകരക്കാണല്ലോ പോകേണ്ടത്. അങ്ങനെ പിന്നെ അതാ എപ്പോഴും ഉള്ള പോലെ തന്നെ അരിച്ചരിച്ചരിച്ച് പോകുമായിരുന്നു. ഹൈലൈറ്റിൻ്റെ മുന്നിലൊക്കെ എത്തിയപ്പം അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. എന്നാലും നമ്മളങ്ങനെ കുടുങ്ങി പോയിട്ടില്ല, പതുക്കെ ഇങ്ങനെ മൂവിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേഗം കഴിച്ചില്ലായി, കുറേ ടൈമൊന്നും എടുത്തില്ല. ചെറിയൊരു ബ്ലോക്കപ്പ് ഇട്ട് പിന്നെ ഇതാ ഈ ഒരു ഹോസ്പിറ്റൽ എപ്പോഴായാലും പോകുന്ന ടൈമിൽ നോക്കി പോകട്ടോ. ഒരുപാട് മെമ്മറീസ് ഉള്ള ഹോസ്പിറ്റലാണ്. മോനൊക്കെ ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റലാണ്. ക്രാഡിൽ നിന്നായിരുന്നു അന്നത്തെ പേര്, ഇപ്പോൾ മാട്രിയ എന്നാണ്. ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു ഹോസ്പിറ്റലാണത്. പിന്നെ ഇതാ നമ്മൾ രാമനാട്ടുകര എത്താനായി. പിന്നെ ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഞാൻ വീഡിയോ അങ്ങനെ എടുത്തില്ല കേട്ടോ, കാരണം ഒന്നാമത് എൻ്റെ ഫോണ് ചാർജ് കുറവായിരുന്നു. പിന്നെ എത്തി കഴിഞ്ഞ് എല്ലാവരും ഫ്രഷായി, കുട്ടികളൊക്കെ പഠിച്ച് പിറ്റേന്ന് മൺഡേ ആണല്ലോ, അപ്പോൾ ബുക്കൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഉമ്മ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ വേഗം കിടന്നു കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.